ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. നടന്നൊരു കാടിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഒരു ആംബിയൻസ്. നമ്മുടെ അക്കോമഡേഷൻ്റെ പരിസരത്ത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഈ ചേട്ടൻ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. ഇവനാണ് നമ്മുടെ ക്യാമറാമാൻ ആദർശ്. ഇതിലിപ്പോൾ എനിക്ക് ഒരുപാട് കമൻ്റായിട്ട് ചോദിക്കുന്നതും പേഴ്സണലായിട്ട് വിളിക്കുന്നതും പോളണ്ടിലോട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും പോളണ്ടിലത്തെ VFS ഡേറ്റിൻ്റെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളണ്ടിൽ VFS വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഒരുപാട് കമ്പനികൾ. പ്രത്യേകിച്ച് ഇന്ത്യൻസിന് അവർക്ക് താല്പര്യമാണ്. പക്ഷേ അവിടുത്തെ VFS ഡേറ്റ് കിട്ടാനായിട്ട് ഭയങ്കര ഡിലേ ആണ്. അതിനിപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓരോരുത്തർ പ്രൈവറ്റ് ഏജൻസികൾക്ക് പൈസ കൊടുത്ത് അവർ ബ്ലാക്കിനാണ് സ്ലോട്ട് മേടിക്കുന്നത്. അത് എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ 2 ഏജൻസിയായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴും ഫ്രണ്ട്സുകളായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴും അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VFSകാരായിട്ടുള്ളൊരു ടൈപ്പ് വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന 1,75,000 ഇതൊക്കെ കൊടുത്ത് ഉറപ്പ് പറയണില്ല, അവർ സ്റ്റാമ്പിങ് ഉറപ്പ് പറയുന്നില്ല, വിസ സ്റ്റാമ്പിങ്. നമുക്ക് അപ്പോയിൻമെൻറ്റ് തരും. അങ്ങനത്തെ ഒരു രീതിയാണ്. അതിലിപ്പോൾ എത്രത്തോളം നിങ്ങൾ ആലോചിച്ചിട്ട് അത് തീരുമാനം എടുത്തിട്ട് വന്നാൽ മതി. ഇപ്പോൾ ഇതിൽ നമ്മുടെ ഇപ്പോൾ സീനിയറായിട്ടുള്ള ഈ ഇപ്പോൾ ലൈസൻസ് എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് നമുക്ക് തന്നെ ചോദിക്കാം. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ പോളണ്ട് എങ്ങനെയാണ്? പോളണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് യൂറോപ്പ് സ്വപ്നം കണ്ടു നിൽക്കണ നമ്മുടെ കൂട്ടുകാരായുള്ള ആളുകളോട് പറയാനുള്ള എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ, പോളണ്ട് ഒരുപാട് ആളുകൾക്ക്, നമുക്കറിയാവുന്ന ആളുകൾ ഒരുപാട് പേർക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയിട്ട് ഡേറ്റ് കിട്ടാണ്ട് നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വർക്ക് പെർമിറ്റ് കിട്ടിയിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്യാൻ തയ്യാറുള്ളവർക്കാണെങ്കിൽ 8-9 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് വരാൻ പറ്റുന്നത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഒരുപാട് ഏജൻസികളൊക്കെ ഇപ്പോൾ സ്ലോട്ട് എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞ് കാശൊക്കെ മേടിക്കുന്നുണ്ട്. അതിൽ കുറേ പറ്റിപ്പ് നടക്കുന്നുണ്ട്. ഇനി നിങ്ങൾ സ്ലോട്ട് എടുത്ത് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് വിസ അടിക്കുമെന്നും ഉറപ്പൊന്നുമില്ല. വിസ റിജക്ഷൻ വന്നാൽ നിങ്ങളുടെ ആ കാശ് പോയില്ലേ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ യൂറോപ്പ് സ്വപ്നം കണ്ടു നിൽക്കുന്ന ഒരാളുകൾക്ക് ഇപ്പോൾ വരാൻ പറ്റിയ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലിത്വാനിയ, ലാറ്റ്വിയ, ഹംഗറി, സ്ലോവാക്യ, പോർച്ചുഗൽ അങ്ങനെയുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് പെട്ടെന്ന് സ്ലോട്ട് കിട്ടി അല്ലെങ്കിൽ വിസ അടിച്ച് കയറാൻ പറ്റുന്ന അങ്ങനെയുള്ളത് നോക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് യൂറോപ്പിൽ വന്ന് ചാടുക. ഇവിടെ ഒരു വർഷം വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളും എക്സ്പീരിയൻസും ഒക്കെ ആവും. ഇത് ചാടാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല കേട്ടോ. നല്ല കമ്പനിയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. നമുക്ക് പോസിബിലിറ്റീസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് നോക്കിയിട്ട് അവർ ചൂസ് ചെയ്തിട്ട് പോയിക്കോട്ടെ, കുഴപ്പമില്ല. ഇവിടെ വന്ന് നമ്മൾക്ക് ഡ്രൈവർമാരല്ലേ, നമുക്ക് ചാൻസുകൾ കണ്ടറിയാലോ. ഇവിടെ വന്ന എക്സ്പീരിയൻസ് ആയിക്കുമ്പോൾ തന്നെ പഠിക്കുമല്ലോ കാര്യങ്ങളൊക്കെ. ഓക്കെ. പിന്നെ മലയാളീസാണ്, എവിടെ പോയാലും ജീവിക്കും. അപ്പോൾ അതൊക്കെ പിന്നെ അവരൊക്കെ ഒന്നും പറഞ്ഞു കൊടുത്ത് വിടേണ്ട. അപ്പോൾ ഇവിടുത്തെ സാധ്യതകളും കാര്യങ്ങളും മാത്രമാണ് നമ്മൾ പറയേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരുവിധം കമൻറ്റിൽ വന്നിട്ടുള്ളതിനുള്ള റിപ്ലൈ ആയെന്ന് വിചാരിക്കുന്നു. ആദർശിൻ്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞ എസ്തോണിയ, ലിത്വാനിയ ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് വരിക. ഇവിടെ അത്യാവശ്യം ഭേദപ്പെട്ട സാലറി, ട്രക്ക്. ഇപ്പോൾ നമ്മുടെ ഈ ഡോക്യുമെൻറ്റേഷൻ, ഇപ്പോൾ ഞാൻ ഒരുമിച്ച് വന്നതാണ്. നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് വെച്ചിട്ട് നമുക്ക് എത്ര സമയം എടുത്തു അതൊന്ന് റിവീൽ ചെയ്ത് കൊടുത്തു നോക്കിക്കാൻ. കാണുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരമായിരിക്കും. അതായത് ബാൾട്ടിക് നേഷൻസിൽ നമുക്ക് പെട്ടെന്ന് എൻട്രി കിട്ടുന്നുണ്ട്. നാട്ടിൽ നിന്ന് വന്ന ഇതാണോ ഡ്യൂറേഷൻ? നമുക്കിപ്പോൾ നമ്മുടെ ഡോക്യുമെന്റേഷൻ പ്രോസസ്സും നാട്ടിൽ നിന്ന് ഇപ്പോൾ ഈ ലാത്വിയ പോലത്തെ രാജ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഡ്യൂറേഷൻ ഏകദേശം ഒരു പേപ്പർ വർക്കൊക്കെ പ്രോപ്പറായിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് 4 മാസത്തിനുള്ളിൽ എന്തായാലും നമുക്ക് കയറാം. നമുക്ക് വർക്ക് പെർമിറ്റ് ഇപ്പം നമ്മുടെ ഡോക്യുമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജോബ് ഓഫർ ലെറ്റർ നമുക്ക് ഈ പറഞ്ഞോട്ട് ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മുടെ വർക്ക് പെർമിറ്റ് കമ്പനി ഒരു 45 ദിവസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്യും. പിന്നെ അവർ പറയണ നമ്മുടെ നാട്ടിലത്തുള്ള ഡോക്യുമെൻറ്റ്സ് കമ്പനിക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ച് അവർ VFS ഡേറ്റ് ഉടനെ എടുത്ത് VFSൽ പോയി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കമ്പനി തന്നെയാണ് ഞങ്ങൾക്ക് ഡയറക്റ്റ് കമ്പനിയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യണത്. VFS ഡേറ്റിൽ പോയി കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് നമുക്ക് പോസ്റ്റ് വഴി കിട്ടും. അതിനുശേഷം കമ്പനി ടിക്കറ്റ് എടുത്തു തന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ പറഞ്ഞ ലാറ്റ്വിയയിലേക്ക് നമുക്ക് എൻട്രി ആയിട്ട് കയറാം. ഓക്കെ. ഇവിടെ വന്നതിന് ശേഷം ഈ പറഞ്ഞോട്ട് ഡ്രൈവിംഗ് ആയാൽ പോലും അതിൻ്റെ പേപ്പർ വർക്കും ഉടനെ തന്നെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു 2009 ശേഷമുള്ളവരാണെങ്കിൽ ഒരു 4 മാസത്തിനുള്ളിൽ ജോലിക്കും കയറാം, വർക്കിനായിട്ട് കയറാം. നിങ്ങളോട് എല്ലാവരുടെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യം, യൂറോപ്പ് സ്വപ്നം കാണുന്ന ഒരുപാട് ഡ്രൈവേഴ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവർക്കൊക്കെ പോളണ്ട് ഒന്ന് മാറ്റി പിടിക്കുക, പെട്ടെന്ന് കയറി വരേണ്ട ആൾക്കാർക്ക്. പോളണ്ടിൽ നല്ല കമ്പനികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് അവിടേക്ക് കയറാനായിട്ട് VFSൻ്റെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടുള്ള ഡിലേ കാരണം കൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്.
അപ്പോൾ പരമാവധി പൈസ കൊടുത്ത് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ കൊടുക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് VFS ഡേറ്റ് കിട്ടി സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പൈസ കൊടുക്കുക എന്നുള്ളൊരു ധാരണയിൽ അങ്ങനെ എടുത്തു തരുന്ന ഏജൻസികളുണ്ട്. ചിലപ്പോൾ നിസ്സാര പൈസയായിട്ട് ചിലപ്പോൾ ഒരു ടോക്കൺ എമൗണ്ടൊക്കെ ആയിട്ട് ഒരു 10 രൂപയൊക്കെ ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരുപാട് ഏജൻസികളുണ്ട് എന്നുള്ളത് പേഴ്സണലായിട്ടുള്ള കോൾസ് വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചൂസ് ചെയ്യുക. അതല്ല പെട്ടെന്ന് കയറി വരേണ്ട ആൾക്കാർ വേറെ ഒന്ന് മാറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്ന് എൻട്രി എടുത്ത് നമുക്ക് എക്സ്പീരിയൻസ് എടുത്ത് TRC ഒക്കെ എടുത്ത് എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ പോസിബിലിറ്റീസ് ഒരുപാടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല എന്നാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എനിക്ക് അന്വേഷിച്ചിട്ടാണെങ്കിലും ഞാൻ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് തരാം മാക്സിമം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെയുള്ള സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ, സീ യു അഗൈൻ.